ഏറെ സ്നേഹിക്കുന്ന സഹോദര സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാവാത്ത ഒന്നാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെയൊക്കെ മക്കൾ. ആ മക്കളെന്ന അനുഗ്രഹത്തെ ദുനിയാവിലും അതേപോലെ തന്നെ ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നതാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മളിൽ പല ആളുകളും ആശങ്കയിലാണ്. അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിൻ്റെ വിഷയത്തിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് വലിയ ഒരു ആവലാതിയുള്ള കാലഘട്ടത്തിലാണ് നാമുള്ളത്. സ്വന്തം മക്കൾ തിന്മയിലേക്ക് പോകുമ്പോൾ അരുതെന്ന് പറയാൻ പേടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മാതാപിതാക്കളെല്ലാം. ആ മക്കൾ ആഗ്രഹിച്ചത് ലഭിച്ചിട്ടില്ല എങ്കിൽ, അവർ ചോദിച്ചത് അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ മടിയില്ലാത്ത, പേടിയില്ലാത്ത മക്കളാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ളത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം പ്രസക്തമാകുന്നത്. ആ ആയത്ത് ഇങ്ങനെയാണ്: ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മനുഷ്യരെ, നിങ്ങളുടെ സമ്പത്ത്, അതേപോലെ തന്നെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന നിങ്ങളുടെ മക്കൾ, അത് നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ്, അതൊരു ഫിത്നയാണ് എന്നാണ് മക്കളെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറും. അതുകൊണ്ട് ഫഹ്ദറൂ, അതുകൊണ്ട് അവരെ നിങ്ങൾ കരുതണം, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് കരുതലുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കൽ ആവശ്യമാണ്. നല്ല മക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ നല്ലവരാകണം എന്നതാണ്. നല്ല ഭാര്യമാരിലെ, നല്ല ഉമ്മമാരിലെ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. കാരണം ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും അതേപോലെ തന്നെ മുലയൂട്ടുന്നതും അവരെ താരാട്ടുപാടി ഉറക്കുന്നതും ചെറുപ്പകാലത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും ഉമ്മയാണ്. അതുകൊണ്ട്
മക്കളുടെ ഉമ്മയായി തിരഞ്ഞെടുക്കുന്ന നിങ്ങളെ ഭാര്യമാരെ ഏറ്റവും നല്ലവളെയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. അബുൽ അസ്വദ് ദുഅലി തൻ്റെ മക്കളോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഖദ് അഹ്സൻതു ഇലൈക്കും സഗാറൻ വകിബാറൻ വഖബല അൻ തുലദു. നിങ്ങളുടെ ചെറുപ്രായത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ വലുപ്പത്തിലും അതേപോലെ തന്നെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും കുറേ നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. സ്വന്തം മക്കളെ വിളിച്ചു വരുത്തി അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ചെറിയ പ്രായത്തിലും വലിയ പ്രായത്തിലും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട ആ മക്കൾ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, കൈഫ അഹ്സൻതു ഇലൈനാ അൻ നൂലദ്. എങ്ങനെയാണ് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്തത്? ഞങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഏത് രൂപത്തിലാണ് നന്മകൾ ചെയ്തത്? ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി, ഇഖ്തർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തു. എന്താണ് തെരഞ്ഞെടുത്തത്? മിനൽ ഉമ്മഹാതി മല്ലാ തുസബ്ബൂന ബിഹാ. ഒരിക്കലും ഈ നാട്ടിലുള്ള ഒരാളും കുറ്റം പറയാത്ത, അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ഉമ്മയെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. അത്തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് എൻ്റെ ഭാര്യയായി ഞാൻ തെരഞ്ഞെടുത്തത്. ഒരിക്കലും ഞാൻ ഒരാളുടെ മുമ്പിലും തലതായ്ക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങളുടെ ഉമ്മയായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം ആ മക്കളോട് മറുപടി പറയാം. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ. ചില ആളുകൾ അവരുടെ സ്വർണവും അതേപോലെ തന്നെ വെള്ളിയും അത് കൂമ്പാരമായിട്ട് കൂട്ടിവെക്കുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെ കൂട്ടിവെക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സ്വഹാബാക്കളെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് കേട്ട സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ റസൂലെ, പിന്നെ ഏത് രീതിയിലുള്ള സ്വത്താണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത്? ഇതിങ്ങനെ കൂമ്പാരമായിട്ട് വെക്കാൻ കഴിയില്ല എങ്കിൽ, സ്വർണവും വെള്ളിയും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എങ്കിൽ, പിന്നെ ഏത് രീതിയിലുള്ള സ്വത്താണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 3 കാര്യങ്ങളാണ് അവരെ ഓർമ്മപ്പെടുത്തിയത്. അതിൽ ഒന്നാമതായിട്ട് റസൂൽ പറഞ്ഞത് ഖൽബുൻ ഷാക്കിർ. ഒന്ന്, നന്ദി കാണിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞത് വലിസാൻ ദാക്കിർ, റബ്ബിനെ സ്മരിക്കുന്ന നാവ് നിങ്ങൾക്ക് ഉണ്ടാകണം. മൂന്നാമത് പറഞ്ഞത് വമർഅതു തുഈനുഹു അല ഈമാനിഹി, ഈമാനിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഒരു ഭാര്യ. ഇതാണ് നിങ്ങൾ ശേഖരിക്കുന്ന സമ്പത്തുകളിൽ ഏറ്റവും നല്ല സമ്പത്ത് എന്നുള്ളത്. പരലോകത്തിന്റെ വിഷയത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക, ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 3 ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള സമ്പത്തിനേക്കാളും വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്, മക്കൾ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജീവിതത്തിൽ നാം ഏത് സമയത്താണ് പ്രാർത്ഥിക്കാറുള്ളത്? പരീക്ഷണം ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമൊക്കെയാണ് അല്ലാഹുവിലേക്ക് നമ്മുടെ കൈകൾ ഉയരാറുള്ളത്. പക്ഷെ ആ പ്രയാസങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സഹായിച്ച റബ്ബിനെ നമുക്ക് ആവശ്യമില്ല. എന്ത് സഹായമാണോ റബ്ബിനോട് നമ്മൾ ചോദിച്ചത്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റബ്ബിനെ ഓർക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഏത് സമയത്തും റബ്ബിനോട് ചോദിക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, റബ്ബിനെ ഓർക്കുക നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഏതൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലും റബ്ബിനെ ഓർക്കാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് ആകാശത്തേക്ക് നമ്മുടെ കൈകൾ ഉയർത്തി റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥനകൾ കൊണ്ടാണ് റബ്ബ് നമ്മെ എല്ലാവരെയും പരിഗണിക്കുന്നതും. ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുമ്പോൾ അതിലൊരു പ്രാർത്ഥനയായിട്ട് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാം, അല്ലദീന യഖൂലൂൻ, ആ ആളുകൾ പ്രാർത്ഥിക്കുമെന്നാൽ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വല്ലദീന യഖൂലൂൻ, അവർ പറയുമെന്നാൽ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഖുർറത അയ്യുൻ, ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അവരെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ്. മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തണമേ എന്ന് ആ ആളുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. ദീനിന്റെ കാര്യത്തിൽ എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൺകുളിർമ. ഞാൻ ചെയ്യുന്ന നന്മയുടെ ഭാഗമായി എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട് എന്നുള്ളതാണ് ആ കൺകുളിർമ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ധർമ്മത്തിന്റെ വിഷയത്തിൽ, എല്ലാത്തിലും എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട് എന്നുള്ളതാണ് ആ കൺകുളിർമ. ദീനനുസരിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ കൺകുളിർമ എന്ന് പറയുന്നത്. മരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒക്കെ ഒറ്റക്കാണ്. നമ്മെ കെട്ടിപ്പിടിച്ച കിടന്ന ആളുകൾ പോലും നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവുകയില്ല. ശരീരത്തിലെ കറുത്ത കാക്കാ പുള്ളി പോലും കാണാൻ അനുവാദമുണ്ടായിരുന്ന ഭാര്യ പോലും നമ്മളെ മറക്കും. നമ്മളെ മയ്യത്ത് മുന്നിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതേപോലെ തന്നെ തന്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടിനേക്കാൾ നല്ലൊരു വീട് നീ അദ്ദേഹത്തിന് പകരം നൽകണമേ, ഇണയേക്കാൾ നല്ലൊരു ഇണയെ നീ പകരം നൽകണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? സ്വന്തം ഇണയാണ് പ്രാർത്ഥിക്കുന്നത്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. അന്ന് ഇന്നേ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയില്ല. മരണപ്പെടുന്ന ദിവസം നമ്മുടെ മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമസ്കരിച്ച ഇമാം നിൽക്കാൻ നമ്മുടെ മക്കളിൽ എത്ര മക്കളുണ്ടാകും? ഖബറിന്റെ അടുക്കൽ നിന്ന് എല്ലാവരും പോയിട്ടും മനസ്സുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മകനുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഒരു മകനെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ പരലോകത്ത് ചില ആളുകൾ വരുമ്പോ അവർ സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും, ഔലിയാക്കന്മാരുടെ കൂടെയായിരിക്കും, വലിയ ദറജയിലായിരിക്കും. ആ സമയത്ത് അവർ തന്നെ ചോദിക്കുമെന്നാണ് റബ്ബിനോട്, റബ്ബേ ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെത്താനുള്ള കാരണം ഇത്രമാത്രം നന്മകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർക്കൊപ്പം ഞങ്ങൾ വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അള്ളാഹു അവരോട് മറുപടി പറയുമെന്നാണ്, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലോകത്ത് ഇത്രയേറെ ഉന്നതമായിട്ടുള്ള പദവിയിൽ ഇരിക്കാനുള്ള കാരണമെന്ന് മറുപടി പറയുമെന്നാണ്. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളിൽ എത്ര പേരുണ്ടാകും? ധാർമ്മിക വിദ്യാഭ്യാസം നൽകണം നമ്മുടെ മക്കൾക്ക്. മക്കള് ജനിച്ച് 3 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് നമ്മൾ തിരയാൻ തുടങ്ങി ഏതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, എവിടെ പഠിപ്പിച്ചാലാണ് ഈ ദുനിയാവിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക, എവിടെ പഠിച്ചാലാണ് നാലാള് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ അറിയുക.
ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യമാണ് ബാക്കിയുണ്ടാവുക. ഒന്ന് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകരിക്കുന്ന വിജ്ഞാനമാണ്. രണ്ടാമത്തെ സദഖത്തുൻ ജാരിയ, അവൻ നൽകിയ സദഖകളാണ്. മൂന്നാമത് അവൻക്ക് ബാക്കിയാവുക വലദിൻ സ്വാലിഹ് യദ്ഉ ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൊന്നോമന മക്കളാണ്. ഈ 3 എണ്ണമാണ് അവൻക്ക് വേണ്ടി ബാക്കിയാവുക എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ വിട്ടേച്ചു പോകേണ്ടി വരും. നമ്മൾ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ഖബറിനരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ ബാപ്പയാണ്, എന്റെ ബാപ്പയുടെ ഖബർ നീ വിശാലമാക്കണമേ, എന്റെ ബാപ്പയുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണമേ, എന്റെ ബാപ്പയുടെ ഖബർ നീ വെളിച്ചമുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഒന്നെങ്കിലും നമുക്ക് ആവശ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? 40 വർഷത്തിന്റെ ജീവിതം കൊണ്ട്, 50 വർഷത്തിന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കാൻ ഇതിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും? എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പറയുക, ഞാൻ ജീവിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടി എന്നാണ്. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മക്കൾ നാളെ നിങ്ങളുടെ ശത്രുവായിട്ട് മാറും. നിങ്ങൾ നേരായ രീതിയിൽ അവരെ വളർത്തിയിട്ടില്ല എങ്കിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഭാര്യയെ തിരഞ്ഞെടുക്കലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കലാണ്. അതിനെ പ്രവാചകന്മാർ വരെ അത്തരത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ വരെ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന്. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. സക്കറിയ നബി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, ത്വയ്യിബത്തായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. കാരണം ഇന്നക സമീഉ ദുആ, പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ നീയാണ്. എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം കേൾക്കുന്നത് റബ്ബേ നീയാണ്. അതുകൊണ്ട് എനിക്കുള്ള സന്താനത്തെ നീ ത്വയ്യിബത്താക്കണമേ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെന്താണ്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ മക്കളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ്. അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. റബ്ബ് തട്ടിക്കളയാത്തൊരു പ്രാർത്ഥനയുണ്ട്. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, അത് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. ഒരിക്കലും മക്കളെ ശപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോ, അവർ ചെയ്യുന്ന തിന്മകൾ കാണുമ്പോ അവരെ ശപിക്കാൻ പാടില്ല. നീ ഒരിക്കലും നന്നാവുകയില്ല, നീ ഒരിക്കലും നേരെയാവുകയില്ല എന്നുള്ള ശാപ പ്രാർത്ഥന അവരുടെ മേലുണ്ടാകാൻ പാടില്ല. കാരണം ഉമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നമ്മൾ പലരും പലതിൽ നിന്നും രക്ഷപ്പെടുന്നത് പോലും നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണ്. മക്കളോടാണ് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷത്തോടുകൂടി വലിയ പ്രശ്നങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മുടെ കച്ചവടം പോകുന്നുണ്ട് എങ്കിൽ, നമുക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ, അതിന്റെ പിന്നിൽ ഓരോ ദിവസവും സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്ന ഒരു ഉമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ആ ഉമ്മ കണ്ണീരൊഴുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം അറിയാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്കെതിരെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് ഓരോ മക്കളും ഉമ്മയുടെ പ്രാർത്ഥനകൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടകാലത്ത് ധാർമ്മികതയിലേക്ക് മക്കളെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിൽ രക്ഷിതാക്കൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകരുത്. ചെറുപ്പത്തിലെ അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ നമ്മൾ നൽകണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ആ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ചില ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ ഇന്നേ വരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം മകനോട് ആദ്യമായിട്ട് പറഞ്ഞത്, യാ ബുനൈ ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. നമുക്ക് 4 മക്കളുണ്ട് എങ്കിൽ
ആ 4 മക്കളിൽ ഒരാളെയെങ്കിലും വിളിച്ച് ഇങ്ങനൊരു വർത്തമാനം ഇന്നേ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുക മദ്രസയിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നുണ്ടല്ലോ, സ്കൂളിൽ ഇസ്ലാമിക് സ്റ്റഡി എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനത് പഠിപ്പിക്കണമെന്ന്. സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരായ ആളുകൾ പോലും തൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാമതായിട്ട് നൽകിയത് റബ്ബിൽ നീ പങ്കു ചേർക്കരുത് എന്നാണ്. ഇതൊന്നും നമ്മൾ നൽകൂല. നല്ല ഭൗതിക സ്ഥാപനങ്ങളെ തെരഞ്ഞു നടക്കും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ തങ്ങളുടെ മക്കളെ അതബ് പഠിപ്പിക്കണം. കാരണം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. എന്താണ് നിങ്ങൾ അവരെ അതബ് പഠിപ്പിച്ചത്? എന്താണ് നിങ്ങൾ അവരെ പഠിപ്പിച്ചത്? എന്ത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവരെ പഠിപ്പിച്ചത്? ഇവിടെ വരാനിരിക്കുന്ന ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഉള്ള വിജ്ഞാനം നമ്മൾ നൽകേണ്ടതുണ്ട്. ദുനിയാവിലുള്ള വിജ്ഞാനവും നമ്മൾ നേടിക്കൊടുക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന പരലോകത്തിന്റെ കാര്യവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണോ നിങ്ങൾ പഠിപ്പിച്ചത് അതിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. രണ്ടാമതൊരു കാര്യം ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മകനോട് പറയാണ്, യാ ബുനയ്യ, എൻ്റെ പുന്നാര മോനെ, ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കാര്യം, ആ കാര്യം എന്താണ്? അതൊരു ധാന്യത്തിന്റെ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ അണുമണി തൂക്കം മാത്രമേ ഉള്ളൂ. അത് നീ ചെയ്തത് ഒരു പാറക്കുള്ളിൽ വെച്ച് തന്നെയാണ് എങ്കിലും, അതല്ല ആകാശത്തിന് ചുവട്ടിലോ അല്ലെങ്കിൽ ആകാശത്തോ അല്ലെങ്കിൽ ഭൂമിയിലോ വെച്ചിട്ടാണ് നീ ആ കാര്യം ചെയ്തത് എങ്കിലും അതൊരിക്കലും റബ്ബ് കൊണ്ടുവരിക തന്നെ ചെയ്യും. നീ ചെയ്തൊരു കാര്യം അതെത്ര ചെറുതാകട്ടെ, അത് നീ എവിടെ വെച്ച് ചെയ്താലും റബ്ബ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മകനെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നീ എന്ത് തിന്മകൾ ചെയ്താലും, നീ എവിടെ വെച്ച് ചെയ്താലും, ഞാൻ ഉണ്ടാക്കി തന്ന ഈ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ വെച്ച് നീ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും മോനെ നാളെ അത് പടച്ച റബ്ബ് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കളെന്നുള്ള നിലക്ക് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അവിടെയാണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ രഹസ്യങ്ങളും പടച്ച റബ്ബ് പരസ്യമാക്കുന്ന ദിവസമുണ്ട് എന്ന് മക്കളെ രക്ഷിതാക്കളെ പഠിപ്പിക്കണം. പലപ്പോഴും അവരെ ഒറ്റക്കാക്കുന്നത് നമ്മളാണ്. അവരെ ഒറ്റക്കാക്കുന്ന സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കരുത്. ഒറ്റക്കൊരു റൂമിൽ സ്വന്തമായിട്ടൊരു മൊബൈല്, സ്വന്തമായിട്ട് പലതും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് അവർ ആവശ്യപ്പെടുന്നതും. പക്ഷെ 100 കണ്ണുകളോടുകൂടി അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. റബ്ബുമായിട്ടുള്ള ബന്ധം അവർക്ക് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കണം. വിശദീകരിക്കാൻ സമയമല്ല. മറ്റൊരു കാര്യമായിട്ട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, യാ ബുനിയ്യ അഖിമിസ് സ്വലാ, മോനെ നീ നമസ്കാരം നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. തന്റെ കൂട്ടുകാർ തന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചാലും ആ തിന്മകൾക്കെതിരെ സംസാരിക്കാനുള്ള മനസ്സ് നിനക്ക് ഉണ്ടാകണം. അവരതിൽ നിന്ന് തടയാൻ നിനക്ക് കഴിയണം. അങ്ങനെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെന്നാണ്. കൂട്ടുകാർ ചെയ്താൽ നമ്മുടെ മക്കൾ അവരുടെ കൂടെ പോവുകയല്ല വേണ്ടത്, അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റണമെന്നാണ്. മറ്റൊരു കാര്യം, പ്രതിസന്ധികൾ നേരിടുമ്പോ തൊട്ടാവാടികളാകരുത് നിങ്ങൾ. അതിൽ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. വലിയ വലിയ പരീക്ഷകളിൽ തോൽവികൾ ഉണ്ടാകാം. തന്റെ കൂട്ടുകാരന്മാർ നേടിയ, കൂട്ടുകാരികൾ നേടിയ അത്ര തന്നെ മാർക്ക് നമുക്ക് ലഭിച്ചില്ലായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ക്ഷമിക്കാനും അതിൽ മനസ്സ് പാകപ്പെടുത്താനും നമ്മുടെ മക്കൾക്ക് കഴിയണം. മറ്റൊന്ന് പറഞ്ഞത്, ജനങ്ങൾക്ക് നേരെ നീ കവിൾ കോട്ടരുത്. ഇന്നത്തെ വളർന്നു വരുന്ന മക്കൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൂഷ്യമാണത്.
അഹങ്കാരികളായിട്ട് നടക്കുക, മുതിർന്നവരെ ബഹുമാനിക്കാൻ മടിയുള്ള ആളുകൾ. വലാ തംശി ഫിൽ അർളി ബറഹ, നീ അഹങ്കാരിയായിട്ട് നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഒരു പൊങ്ങച്ചക്കാരനെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ അഹങ്കാരികളായിട്ട് നടക്കുന്ന ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. മക്കളോട് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഇന്നത്തെ മക്കൾ ചിലപ്പോൾ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളായിരിക്കും. കണ്ടതുപോലെ നമ്മൾ നടിക്കൂല, സംസാരിക്കൂല, കണ്ടാൽ ചിരിക്കാൻ മടിക്കുന്ന മക്കൾ. നമ്മുടെ വീടുകളിൽ അതിഥികൾ വന്നാലും സ്വന്തം റൂമിൽ നിന്ന് ഇറങ്ങി വരാത്ത മക്കളുണ്ട്. അവരോട് സംസാരിക്കാൻ മടി കാണിക്കുന്ന മക്കളുണ്ട്. അതിൽ നിന്ന് മാറ്റം വരുത്തണം നമ്മൾ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളെ പോലും അറിയാത്തവരായിട്ട് നമ്മളെ മക്കൾ മാറുകയാണ്. അവർക്ക് അവരുടെ മൊബൈലും അവരുടെ ലാപ്ടോപ്പുകളും അവരുടെ റൂമുകളും അവരുടെ ചെറിയ ഒരു സൗഹൃദത്തിന്റെ വലയുമായിട്ട് അവരിങ്ങനെ കഴിഞ്ഞുകൂടാ. ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, ലോകത്തിന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മക്കളായിട്ട് നമ്മളുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ അടക്കത്തിലും ഒടുക്കത്തിലും അച്ചടക്കത്തിലും വളർത്തി കൊണ്ടുവരാൻ ഒരു മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പിന്നീട് പറഞ്ഞത് നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം, നിന്റെ ശബ്ദം താഴ്ത്തണം, നിന്റെ ശബ്ദത്തെ നിങ്ങൾ ക്രമീകരിക്കണം. നമ്മളോട് മക്കൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? ഉമ്മമാരോട് എങ്ങനെയാണ് മക്കൾ സംസാരിക്കാറുള്ളത്? മുതിർന്ന ആളുകളോട് ഏത് രൂപത്തിലാണ് സംസാരിക്കാറുള്ളത്? അവിടെയാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശം നൽകുന്നത്, നിന്റെ ശബ്ദത്തെ നീ ക്രമീകരിക്കണമെന്നാണ്. ഇതെല്ലാം പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ആളുകളായിട്ട് നമ്മുടെ മക്കളെ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രിയപ്പെട്ട മക്കളെ, അവരെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ, ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ചതിക്കാതിരിക്കുക. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്താൻ ഇടവരാത്ത രൂപത്തിൽ നിങ്ങൾ വളർന്നു വരിക. നിങ്ങളുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, നിങ്ങളുടെ ചുറ്റുപാടുമൊക്കെയായിട്ടുള്ളത്. അതിലേക്ക് പോകാതെ നന്മയിലൂടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. അല്ലാഹുവിനെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ നിർവ്വയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ തന്നെ അവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. നമ്മൾ ഉപദേശിക്കുക മാത്രമല്ല, നല്ല ക്യാമ്പസുകളിൽ കൊണ്ടുപോയി ചേർക്കുക മാത്രമല്ല, നന്മയുടെ കാര്യത്തിൽ നമ്മൾ കൂടി അവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. കാരണം മക്കൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. അവർ ചില സ്വഭാവങ്ങളിലെങ്കിലും നമ്മളെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മയാണ് അവർക്ക് കിട്ടുന്നത് എങ്കിൽ ആ നന്മ അവർ ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് ആ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടിയതൊരു തിന്മയാണ് എങ്കിൽ ആ തിന്മ അവർ പ്രവർത്തിക്കുന്ന കാലത്തോളം അതും ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും ദൗർഭാഗ്യവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ മരണപ്പെട്ടാലും അവിടെ തിന്മകൾ മരിക്കാത്ത ആളുകളാണ്. നിങ്ങൾ കാരണം ഒരു തിന്മ ഈ നാട്ടിൽ നിങ്ങൾ മരണപ്പെട്ടാലും നടക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ പഠിപ്പിച്ച ഒരു തിന്മ നിങ്ങൾ മരണപ്പെട്ടാലും ഇവിടെ നടക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഏടുകളിലേക്ക് ആ തിന്മകൾ വന്നുകൊണ്ടിരിക്കും. ആ തിന്മകൾക്കൊരിക്കലും മരണമുണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓർക്കുക. ഏറ്റവും നല്ല മാതൃക അതും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. ഒരു ബാപ്പ എന്നുള്ള നിലക്ക്, ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക്, ഒരു വല്യപ്പ എന്നുള്ള നിലക്ക് എല്ലാ കാര്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് നമ്മുടെ മാതൃക. ആ റസൂലിനെ മാതൃകയാക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ജീവിതം
നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലിൻ്റെ ജീവിതം, മുമ്പേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജീവിതം. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കൂടെ കിടക്കാൻ നേരം നമ്മൾ പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ കഥകളിൽ പ്രവാചകന്മാരുടെ കഥകൾ ഉണ്ടാകണം.